it's supposed to feel. ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്. ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഇന്നിവിടെ വെച്ച് നമ്മുടെ പൾസർ മേനിയ 2.0 എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ചെറിയൊരു അഡ്വഞ്ചർ ഇവൻറ്റ് പോലെയാണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പം തന്നെ ധാരാളം മെയിൻലി സ്റ്റുഡൻസ് ഒക്കെയാണ്, ഒരു യങ്സ്റ്റേഴ്സൊക്കെയാണ് കൂടുതലായിട്ട് എത്തിയിരിക്കുന്നത്. ബൈക്ക് ലവേഴ്സൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ പൾസർ ബൈക്ക് യൂസ് ചെയ്യുന്നവരും ബജാജിൻ്റെ വണ്ടികളൊക്കെ ഉള്ളവരൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൾസറിൻ്റെ ധാരാളം മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ പല മോഡൽസും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തെല്ലാം കൂടി ഒരുമിച്ച് കാണാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. പൾസർ N250 ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബ്ലാക്ക് എഡീഷനാണ്. ഇപ്പുറത്തിരിക്കുന്ന 220 ആണ്. അതുപോലെ ഈ ഇരിക്കുന്നത് വെച്ചാൽ NS 125 ആണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അടുത്തായിട്ട്, കാരണം എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ പൾസറിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പൾസർ എന്ന് വെച്ചാൽ ബജാജ് പൾസർ എപ്പോഴും എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പല സ്പെക്കുകളും വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ് റേഞ്ച്, അതുപോലെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുകൂടാതെ മെയിനായിട്ട് ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഇവിടെ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തതാണ്. നമുക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രാക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും കുറച്ച് നേരം ഇതിൻ്റെ ഇവൻറ്റും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഞാനും കയറി ഈ ഒരു ട്രാക്കിലൊന്ന് ഓടിച്ച് നോക്കി. ഇതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു അത്യാവശ്യം ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ട്രൈ ചെയ്ത് ഫെയിൽ ആയതുകൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പല ഏജിലുള്ള ആൾക്കാരും ക്യൂ ആയിട്ട് നിന്ന്. അങ്ങനെ ഞാനും ഇതിനകത്ത് പേര് കൊടുത്ത് ഞാൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടതിന് ശേഷം ഞാൻ കോട്ടയത്തുള്ള നാഗുള മൈതാനത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പൾസർ മേനിയ 2.0 നടക്കുവാണ്. അപ്പോൾ ഇത് സെറ്റ് ഫ്രണ്ട്സ്, വിവേകാണ്. ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്തുള്ള നാഗപടം നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഇന്നിവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പൾസർ മേനിയ 2.0 നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈവൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതുപോലത്തെ ഈവൻറ്റുകൾ മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബജാജിൻ്റെ പൾസർ ബൈക്കുകൾ എന്തോരം കേപ്പബിൾ ആണെന്ന് ആൾക്കാരായിട്ട് കുറച്ചുകൂടെ ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം മെയിൻലി ബജാജ് പൾസർ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ കേപ്പബിലിറ്റി, അതിൻ്റെ അഡ്വഞ്ചർ ഫീലും, അതുപോലെ തന്നെ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. ഇതുപോലത്തെ ഓരോ ഒരു പൾസർ മേനിയ അതുപോലെ ഇവൻറ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് പല ബജാജ് വണ്ടി യൂസ് ചെയ്യാത്തവർക്ക് വരെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ട്രാക്കല്ല ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു ഇവർ പറയുന്ന ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്കൊന്ന് ഓടിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബൈക്കുകളൊക്കെ എന്തോരം കേപ്പബിൾ ആണെന്നുള്ള കാര്യം. പൾസർ 2.0 നടക്കുന്നുണ്ട്. ഓരോ ഇവൻറ്റ്സ് ആയിട്ട് നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ഇവിടെ ഇതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റണ്ടിങ് ഇവൻറ്റ് പോലും നടന്നു. അപ്പോൾ അതും ഞാൻ കണ്ടു. അതിനകത്തും പൾസറിൻ്റെ ബൈക്കുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൾസറിൻ്റെ ബൈക്ക് അത് എന്തുമാത്രം എങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനൊരു വെൽ എക്സാമ്പിൾ ആയിരുന്നു പൾസർ മേനിയ 2.0 അറ്റ് കോട്ടയത്ത് നടത്തുന്നത്. ഇതുപോലത്തെ ഈവൻ്റൊക്കെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബൈക്ക് ലവേഴ്സൊക്കെ ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ശരിക്കും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ ട്രാക്കിലൊക്കെ ഓടിക്കാനും അവരുടെ ഒരു ഗൈഡൻസിൽ നമുക്കിതൊക്കെ ഓടിക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീലും ലഭിക്കുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും ആൾക്കാരുടെ ജനസമൂഹത്തിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ ചീറപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം അതിനകത്ത് ഓടിക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. എൻ്റെ ഒരു കൺസിഡറേഷൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനും ഓടിച്ചു. ചെറിയതായിട്ടൊന്ന് നെർവസ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ട്രാക്കിൽ ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്റ്റണ്ടിങ് ഇവൻറ്റ് പോലെ നടത്തി. അപ്പോൾ ഒരു 3 ബൈക്കേഴ്സാണ് വന്ന്. അവരുടെ നെയിമും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.